നമസ്കാരം. ബിഗ് ബോസ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അല്ലേ? ഇന്നലെ നടന്ന പ്രശ്നങ്ങളും എങ്ങനെയൊക്കെ പോയാലും ഇന്നലെ അനുമോൾ എത്ര മണിക്കൂറാണ് കരഞ്ഞത്. അതായത് ശിവാംഗിയുടെ പ്രോഗ്രാമിന് മുമ്പും പ്രോഗ്രാമിന് ശേഷവും ഇതെല്ലാം ആ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വില്ലത്തി എന്ന് പറയുന്നത് ആദിലയാണ്. ആദില പുറത്തു പോവുകയും ചെയ്തു. നൂറ ഒട്ടും മോശക്കാരിയല്ല അല്ലേ? ശരിയല്ലേ? നൂറ ഇത് തുറന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ നൂറ അത് എടുത്തുകൊണ്ട് പോകുന്നത് ശ്രദ്ധിക്കാഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ ക്യാമറയിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത്. നൂറ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നത്. അത് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് ചേച്ചിയുടെ നമ്പറാണ്, ചേച്ചിയോട് പറഞ്ഞിട്ട് PR-നോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ആരോപണം അനുമോൾക്കെതിരെ ഉന്നയിച്ചത്. അതായത് അക്ബറിന് നല്ല ഇതുണ്ട്, അവന് എങ്ങനെയെങ്കിലും കരിവാരി തേക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ആദില വന്നിട്ട് ഒരു വലിയ പ്രസ്താവന പുറത്താണല്ലോ, അപ്പം എന്ത് വേണേൽ ചെയ്യാമല്ലോ. ഒരു വലിയ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് ന്യായീകരിച്ചുകൊണ്ട്. പക്ഷേ അതൊന്നും ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അരി വന്ന കമൻസൊക്കെ തീർത്തും മോശം കമൻസാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ. എന്തായാലും കൊള്ളാം. ഇന്നലെ കൊണ്ട് നമ്മുടെ വോട്ടിംഗ് അവസാനിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഷൂട്ടിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക്. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ ഇന്ന് കാണിക്കും. ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇന്നും കുറച്ച് നാടകങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നാളെ കൂടെ വോട്ടിംഗ് ആണെന്നൊക്കെ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണേലും ആവാമല്ലോ. പിന്നെ പുറത്ത് വന്നവരുടെ ഒരു ഇൻ്റർവ്യൂവും അവർക്ക് ചിലരൊക്കെ ഹാപ്പിയാണ്, ചിലർക്കൊക്കെ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. കാരണം ആര്യൻ, ജിസേലൊക്കെ അത് ഈ അഞ്ജന നമ്പ്യാർ തന്നെ പറയുന്നുണ്ട്, ജിസേൽ ഔട്ടായപ്പോൾ എനിക്ക് തന്നെ പുറത്തിറങ്ങാൻ പേടിയായിരുന്നു, ആരെങ്കിലും എന്നെ അടിക്കുമോ എന്ന്. കാരണം അത്രയ്ക്ക് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളോടുകൂടി നമ്മുടെ ബിഗ് ബോസ് അവസാനിക്കുകയാണ്. ബിഗ് ബോസ് അവസാനിച്ചാലും വീഡിയോസ് ഞാൻ തുടരും. എൻ്റർടൈനിങ് ആയിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. സപ്പോർട്ട് ചെയ്ത് കൂടാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നാളെ അറിയാം അനീഷാണോ അനുമോളാണോ എന്ന്. എനിക്ക് ആ 2 പേരിലേ ഉള്ളൂ സംശയം, അനീഷോ അനുമോളോ. എൻ്റെ വോട്ട് ഞാൻ നെവിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നെവിൻ ജയിക്കത്തില്ല എന്തായാലും. പക്ഷെ അനീഷോ അനുമോളോ ആയിരിക്കും. അനീഷിനാണെന്ന് തോന്നുന്നു ഇപ്പോൾ സാധ്യതയുള്ളൂ. കാരണം അനീഷ് ഇന്നലെ നെഗറ്റീവ്സ് ഒന്നും വന്നില്ല. അനുമോൾക്ക് അവന് സാധ്യതയുണ്ട്. അനുമോൾക്ക് ഇന്നലെ ആ കരച്ചിൽ കൊണ്ട് ചിലപ്പം കുറേ വോട്ട് അനുമോൾക്ക് അല്ലേ. ഇന്നലെയൊക്കെ ഓരോരുത്തർ കമൻസ് ഇടുന്ന കണ്ടു, ഇത്രയും ദിവസം ഞാൻ വോട്ട് ചെയ്തില്ല അനുമോൾക്ക്, പക്ഷേ ഇന്ന് ഞാൻ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് കമൻസ് ഇടുന്ന കണ്ടു. അപ്പം അനുമോൾക്കും സാധ്യതയുണ്ട്, അനീഷിനും സാധ്യതയുണ്ട്. ആരായാലും വിജയിക്കട്ടെ. ആശംസകൾ.